വളരെ സന്തോഷം ചിത്ര ചേച്ചി. ബിജിയുടെ രണ്ടുപേരും ഞാൻ പാടിക്കോട്ടെ. ഈ റീസെന്റ് ആയിട്ട് ബിജിക്ക് പാടിയൊരു പാട്ട്. തിരമാലയാണു നീ, കടലായ ഞാൻ നിന്നെ തിരയുന്നതിത്രമേലർത്ഥശൂന്യം. മുകിലാണു ഞാനതിൻ മഴയായ നിന്നിൽ ഞാൻ തിരയുന്നതിന്നേതൊരാത്മബന്ധം. വളരെ സന്തോഷം ചിത്ര ചേച്ചി. ബിജിയുടെ രണ്ടുപേരും ഞാൻ പാടിക്കോട്ടെ. ഈ റീസെന്റ് ആയിട്ട് ബിജിക്ക് പാടിയൊരു പാട്ട്. തിരമാലയാണു നീ, കടലായ ഞാൻ നിന്നെ തിരയുന്നതിത്രമേലർത്ഥശൂന്യം. മുകിലാണു ഞാനതിൻ മഴയായ നിന്നിൽ ഞാൻ തിരയുന്നതിന്നേതൊരാത്മബന്ധം. ശരിയായില്ല പാടിയത്, എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. പറയല്ലേ. നമസ്കാരം, സ്വാഗതം. ഇവിടെ ഇരുന്ന് പാട്ടുകൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി. വിജയടാ, ചേച്ചിക്ക് ആദ്യം ആയിട്ട് പിറന്നാൾ ആശംസകൾ നേരുന്നു. കാരണം ഇപ്പോൾ പിറന്നാൾ ആശംസകൾ നേരുക എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നൊരു അവസ്ഥ. പക്ഷേ ചേച്ചിക്ക് ഈ പിറന്നാൾ ആശംസിക്കുന്നത് എനിക്കിഷ്ടമല്ല ബേസിക്കലി. കാരണം നമ്മൾ ഈ അത്ഭുതം എന്നൊക്കെ അതിശയോക്തിയോടെ പറയുന്ന വാക്കാണ്. പക്ഷേ ചേച്ചിയുടെ പേരിൽ അത്ഭുതം എന്ന് പറയുന്ന അത്ര അതിശയോക്തിയോടെ പറയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ഭുതം എന്നുള്ളത് സാധാരണമാക്കിയ ഒരു വ്യക്തിത്വമാണ് ചേച്ചി. നമ്മൾ അതിശയോക്തിയോടെ പല അവസരങ്ങളിലും എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ട് പലരെക്കുറിച്ചും. ചില സത്യവുമാണ്. പക്ഷേ ചേച്ചിയെക്കുറിച്ച് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. പലരോടും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം പാട്ട് ഉണ്ട്, പാട്ടൊരു അത്ഭുതമാണ്. അത് മാത്രമല്ല, ചേച്ചി ഇത്ര ഹൈറ്റ്സിൽ നിൽക്കുമ്പോഴും വിനയാന്യതയായിട്ട് കൺസിസ്റ്റൻ്റ്ലി ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഒറിജിനലായിട്ട് ചേച്ചി നമ്മളോടൊക്കെ പെരുമാറുന്നു. ചേച്ചിയുടെ ഒരു പിടി പാട്ടുകൾ ഈ അറ്റത്ത് പാടിക്കാനും ഒരു പക്ഷേ റെക്കോർഡിസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. പിന്നെ ഈ വേദിയിൽ ചേച്ചി ഇങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ബാല്യം മുതൽ ഇങ്ങനെ പോരുന്നത്. രവീന്ദ്രൻ മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയും ഇളയരാജ സാറിൻ്റെയും കീരവാണി സാറ്, ഔസേപ്പച്ചൻ സാർ, മോഹൻസിദ്, എത്രയോ ചെറിയ മാഷ്, അങ്ങനെ എത്രയോ പാട്ടുകൾ, 10,000-കണക്കിന് പാട്ടുകൾ, എത്രയോ ഭാഷകളിൽ. അതൊരു അത്ഭുതം എന്ന് ഒരുപക്ഷെ അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാവുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ. ചുരുക്കം ചിലരെന്ന് പറയുന്നത് പോലും ഞാൻ അത് ഈ പറഞ്ഞ പോലെ ഒരു സാമ്പിൾ സ്പേസ് ഇട്ട് വിളിച്ചതാണ്. പക്ഷേ ചിത്ര ചേച്ചിയാണ് എന്നെനിക്ക് വിനയപൂർവ്വം പറയേണ്ടി വരുന്നു. വളരെ സന്തോഷം ചിത്ര ചേച്ചി. ബിജിയുടെ രണ്ടുപേരും ഞാൻ പാടിക്കോട്ടെ. ഈ റീസെന്റ് ആയിട്ട് ബിജിക്ക് പാടിയൊരു പാട്ട്. തിരമാലയാണു നീ, കടലായ ഞാൻ നിന്നെ തിരയുന്നതിത്രമേലർത്ഥശൂന്യം. മുകിലാണു ഞാനതിൻ മഴയായ നിന്നിൽ ഞാൻ തിരയുന്നതിന്നേതൊരാത്മബന്ധം. ശരിയായില്ല പാടിയത്, എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. പറയല്ലേ. ചിത്രേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള വിജയന്റെ പാട്ട് ഒരെണ്ണം, വിജയന് ഇഷ്ടമുള്ള ഒരു പാട്ട്, വിജയന്റെ പാട്ടാവാം അല്ലെങ്കിൽ വേറൊരു പാട്ടാവാം, 4 വരി. അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഉത്തരം പറഞ്ഞാൽ മറ്റു പാട്ടുകൾ പരിഭവിക്കും അല്ലേ. അത്രയ്ക്ക് ഒരു പക്ഷേ സെലക്ഷൻ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എനിക്ക് താരം വാൽക്കണ്ണാടി ഭരതൻ സാറാണ് മ്യൂസിക് ചെയ്തത് അല്ലേ. പക്ഷെ നമ്മൾ കേട്ട് നമുക്ക് എവിടെയോ കാത്തു സൂക്ഷിക്കുന്ന
എന്തോ ഒന്നുണ്ട് അല്ലേ, ഒരു നഷ്ടബോധം പോലെ അല്ലേ? എന്തോ ഒന്നുണ്ട്. അപ്പോൾ അത് ചേച്ചി വളരെ കൃത്യമായിട്ടും അതിൻ്റെ ഒരു ലാളനയുണ്ട് ചേച്ചി അത് പാടുമ്പോൾ. എന്തോ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പാട്ട്? ചേച്ചി ഒരു 4 വരി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി. ബ്യൂട്ടിഫുൾ. ബിജുചേട്ടനെ കൊണ്ട് ചിത്രേച്ചിയുടെ ഒരു പാട്ട് പാടിക്കണ്ടേ നമുക്ക്? ഒരു 4 വരി അല്ലേ? ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവിയിലെ ചേച്ചി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയുണ്ട്, ഇളവയിൽ. അതൊരു 4 വരി പാടാൻ ശ്രമിക്കാം. ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. നിഴലുകൾ എഴുതി സന്ധ്യകൾ പല നിറമൊന്നായി രാവുകൾ പേലവമൊരു പീലിത്തുമ്പായി മാറി ഞാനും. ഇളവിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. നിഴലുകളെഴുതി സന്ധ്യകൾ പല നിറമൊന്നായി രാവുകൾ പീലവമൊരു പീലിത്തുമ്പായി മാറി ഞാനും. Thank you, Vijana. Thank you for all the songs. Thank you for being a sport and singing here. എല്ലാവരും ചേർന്ന് ബിജി ബാലിന് ഒരു ഉഗ്രം കൈയടി.